لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഏത് നന്മകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്. ഒന്നാമത്തേത് വിശ്വാസമാണ്. ആ വിശ്വാസം ശരിയായെങ്കിൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും. രണ്ടാമത്തേത് ഇഖ്ലാസാണ്. ആത്മാർത്ഥതയുള്ള കർമ്മങ്ങൾ മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. മൂന്നാമത്തേത് ഇത്തിബാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപം എങ്ങനെയാണോ അതേ രൂപത്തോടു കൂടി വേണം നമ്മൾ ആരാധനകൾ നന്മകൾ ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരം, ആ നിസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞത് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കാണുന്നത് അതേ രൂപത്തിൽ നിങ്ങൾ നമസ്കരിക്കുക എന്ന്. ഇപ്പം നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും ഈ 3 നിബന്ധനകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒന്ന് ഈമാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരിക്കണം, അതില്ലാത്തവൻ്റെ ഒരു കർമ്മം സ്വീകരിക്കുകയില്ല. രണ്ടാമത്തേത് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ആത്മാർത്ഥതയില്ലാത്ത എത്ര പ്രയാസപ്പെട്ട് എത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് സഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകുകയില്ല. എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരും എന്നാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ധാരാളം അമലുകളുമായി പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ സ്വഹാബികളെ പഠിപ്പിക്കുന്നു. അതൊക്കെ കാറ്റടിച്ച് ധൂളികൾ പറന്നു പോകുന്നത് പോലെ അവയെല്ലാം പറന്നുപോയി ഒന്നുമില്ലാത്തവരായി അവർ മാറും. ഒരുപാട് നന്മകളുണ്ട്, പക്ഷേ ആ നന്മകളും ആ നോമ്പും ആ നമസ്കാരവും ആ ആരാധനകളും ഒക്കെ ഒന്നുമല്ലാത്ത നന്മകളായി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കാത്ത നന്മകളായി അത് മാറും. അവസാന നഷ്ടക്കാരിൽപ്പെട്ട് നരകക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയി ഇടും എന്നാണ്. അത്തരം ആളുകളിൽ ഉൾപ്പെടാതിരിക്കാൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേ രൂപത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ മുൻനിർത്തി ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ സ്വഹാബികളെ പഠിപ്പിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളേറെ കേട്ടുപരിചയിച്ച ഒരു ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മുടെ നിയ്യത്തുകൾക്കനുസരിച്ചാണ് കർമ്മങ്ങൾ പൂർണ്ണമാക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് എല്ലാ സ്വത്തും സമ്പാദ്യവും കുടുംബക്കാരെയും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്വഹാബത്തിനെ മുൻനിർത്തിയാണ് ഈ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. സ്വഹാബ, നിയ്യത്തുകൾക്കനുസരിച്ചാണ്, നിങ്ങളുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നിങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക. അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിങ്ങൾ നന്നാക്കുക എന്ന് പറയുന്നത് എല്ലാം ഉപേക്ഷിച്ച് കുടുംബക്കാരെയും സമ്പാദ്യങ്ങളെയും മക്കളെയും ഭാര്യമാരെയും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന സ്വഹാബികളോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവർക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയിൽ കുറവുണ്ടാകുക, നോക്കൂ, പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഒരു ദിവസം മുഴുവനും നോമ്പ് നോറ്റുകൊണ്ടാണ് നമ്മൾ തറാവീഹ് നമസ്കരിച്ചത്. പക്ഷെ നമ്മുടെ നിയ്യത്തുകളിലും നമ്മുടെ നമസ്കാരത്തിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് നമ്മളാണ്, അത് മാറ്റേണ്ടതും നമ്മളാണ്. കൈകെട്ടി നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഓർമ്മകളിലേക്ക് മറ്റു പലതും കടന്നു വരുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് നമ്മളാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് എങ്ങനെയാണോ ഞാൻ നമസ്കരിച്ചതായി നിങ്ങൾ കണ്ടത് അതേ രൂപത്തിൽ നമസ്കരിക്കുക എന്ന്. ഇപ്പം നമ്മുടെ നമസ്കാരങ്ങളിലുള്ള പോരായ്മകൾ പരിഹരിക്കുന്നത് നമ്മളാണ്. നമ്മുടെ നന്മകളിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കേണ്ടതും നമ്മളാണ്. അറിഞ്ഞുകൊണ്ട് ഈ ആരാധനകളിലൊന്നും കുറവ് വരുത്താതെ ശ്രദ്ധിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ക്ലാസ് എടുത്തു കൊടുക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ മുൻപ് ഹിജ്റ പോയ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നു എന്നാണ്. അപ്പൊ ആ നിയ്യത്ത് പോലും മാറിപ്പോകരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്കിടയിലിട്ട് വശലാക്കാതെ, അയാളെ കുറ്റം പറയാതെ അയാളുടെ ഉദ്ദേശം തിരുത്തുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു തിന്മ ചെയ്താൽ അല്ലെങ്കിൽ ഒരു തെറ്റു ചെയ്താൽ അതിനെ തിരുത്തേണ്ട രൂപം കൂടി പ്രവാചകൻ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്.
പിൽക്കാലത്ത് അയാൾ മുഹാജിർ ഉമ്മു ഖൈസിന് വേണ്ടി ഹിജ്റ പോയ ആൾ എന്നാണ് ആ സ്വഹാബി പിന്നീട് അറിയപ്പെട്ടത്. നോക്കൂ, എല്ലാ നന്മകളുടെയും ആത്യന്തികമായ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗലോകത്തിൽ ഇടം പിടിക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. അബ്ദുൽ ഉസ്സ എന്ന പേരുള്ള ഒരാൾ മക്കയിലുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി രണ്ടാമത് ഹിജ്റ പോകുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്, മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അബ്ദുൽ ഉസ്സ എന്നായിരുന്നു പേര്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് ഉമ്മയുടെ അടുക്കൽ വന്ന് യതീമായിട്ടാണ് അദ്ദേഹം വളർന്നത്. ഉമ്മയുടെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, ഞാൻ മുസ്ലിമായിരിക്കുന്നു, എനിക്ക് പ്രവാചകന്റെ അടുക്കലേക്ക് പോകണം, ഞാൻ മുസ്ലിമായി ആ ആദർശത്തിൽ ആ ഈമാനിൽ വിശ്വസിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് പ്രവാചകനോടൊപ്പം കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഉമ്മ അനുവദിക്കുകയാണ്. കാരണം അമ്മാവനാണ് അതുവരെ നോക്കിയിരുന്നത്. അമ്മാവൻ ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് കൊടുക്കാതെ ഒട്ടുടുത്ത വസ്ത്രം പോലും അഴിച്ചു വെച്ചാണ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. അവസാനം ഉമ്മ കൊടുത്ത ഒരു തുണിയിലാണ് അദ്ദേഹം ഹിജ്റ പോകുന്നത്. ആ തുണി രണ്ടായി പകുത്ത് ഒരു തുണി ഉടുക്കുകയും ഒരു തുണി പുതക്കുകയും ചെയ്തുകൊണ്ട് മദീനയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ദിവസങ്ങളോളം യാത്ര ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകന്റെ ചാലത്തേക്ക് ആ സ്വഹാബി എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കഥ കേട്ട് അദ്ദേഹത്തിന് അബ്ദുൽ ഉസ്സ എന്ന പേര് മാറ്റി ദുൽ ബിജാദൈൻ എന്ന പേരിട്ട് കൊടുത്തു. അബ്ദുല്ല എന്ന പേരാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത്. മാത്രമല്ല ദുൽ ബിജാദൈൻ, രണ്ട് പുതപ്പുകളുടെ ഉടമ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. പ്രവാചകനോടൊപ്പം യുദ്ധങ്ങളിൽ, പ്രവാചകനോടൊപ്പം പ്രവാചകന്റെ കൂടെ എല്ലാ നന്മകളിലും അദ്ദേഹം ചേർന്ന് നിൽക്കുകയും അവസാനം ഉഹുദ് യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധത്തിന്റെ രാത്രിയിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന രംഗമുണ്ട്. ഒരു ചെറിയ വെളിച്ചത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ചേർന്ന് ആ ഖബറിലേക്ക് ദുൽ ബിജാദൈനിയുടെ മയ്യത്ത് ഇറക്കി വെക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അംസൈതു റാദിയൻ ഫർദ അൻഹു. അല്ലാഹുവേ, ഞാൻ ഈ മയ്യത്തിനെ തൊട്ട്, ഈ അബ്ദുള്ളയെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, നീയും തൃപ്തിപ്പെടണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിന്ന് നമസ്കരിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ഖബറിൽ കിടക്കുന്നത്, ആ മയ്യത്തായി കിടക്കുന്നത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. കാരണം എല്ലാം ഉപേക്ഷിച്ച് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച് അവസാനം ഷഹീദായി മരണപ്പെടുന്ന ഒരാൾക്ക് സ്വർഗമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുവാനും ആത്മാർത്ഥതയോടുകൂടി നന്മകൾ ചെയ്യാനും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ രൂപത്തിൽ ആരാധനകൾ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നമസ്കാരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ സഫ് കെട്ടേണ്ട രൂപം എങ്ങനെയാണ് എന്ന്. ഖേദകരമെന്ന് പറയട്ടെ, പലരും അത് ശ്രദ്ധിക്കാതെയാണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തിന്റെ പോലും കൂലി നഷ്ടപ്പെടും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നിന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും എന്നാണ്. ആ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുന്നത് അത് മാത്രമല്ല, ഇമാമിനെ മുൻകടക്കുന്നതും ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. അപ്പൊ ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വേഗത്തിൽ പോയാൽ അവിടെ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. ഇമാം എന്ന് പറയുന്നത് നമ്മൾ അയാളെ അനുഗമിക്കാനുള്ളതാണ്, ഇമാമിനെ പിന്തുടരാനുള്ളതാണ്. മഅ്മൂമുകൾ ഒരിക്കലും മഅ്മൂമുകൾ ഇമാമിനെ മുൻകടന്നു പോകരുത്. അത് നമസ്കാരത്തിന്റെ സുഹത്തിനെ ബാധിക്കും, ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുമെന്നാണ്. അപ്പൊ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന ഒന്നും സൊഫ് കെട്ടലാണ്. ആ സൊഫ് കെട്ടുന്നതിൽ വിടവുകൾ ഉണ്ടായാൽ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. രണ്ടാമത്തേത് ഇമാമിനെ മുൻകടക്കലാണ്, അതൊരിക്കലും ഉണ്ടായിക്കൂടാ, അത് ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. നോക്കൂ, ജമാഅത്തായി നമസ്കരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ തറാവീഹ് നമസ്കാരം ഇമാമോടുകൂടെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ മതി, വീട്ടിൽ നിന്ന് നമസ്കരിക്കാം. പക്ഷേ ഇവിടെ വന്നാൽ ആ ജമാഅത്തിന്റെ പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് നമസ്കരിച്ചതുപോലെ നമസ്കരിക്കാൻ, അതിനുവേണ്ടിയാണ് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ രൂപം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് ഇഖ്ലാസ് വളരെ കൃത്യമായിരിക്കണം. ഏതൊരു നന്മ ചെയ്യുകയാണെങ്കിലും, ഒരുപക്ഷെ ഒരു രൂപ കൊടുക്കുകയാണെങ്കിൽ പോലും അതിനൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ആളുകൾക്കിടയിൽ വലുപ്പത്തരം പറയാനോ അല്ലെങ്കിൽ ആളുകളെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പേര് പ്രശസ്തിക്കും വേണ്ടിയോ അല്ല നമ്മൾ ഒരു രൂപ പോലും കൊടുക്കുന്നത്. മറിച്ച് ഇതെന്റെ റബ്ബിലേക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന നന്മകളാക്കി മാറ്റണം എന്ന ആഗ്രഹം മാത്രമായിരിക്കണം.
അതാണ് ഒരു വിശ്വാസി ലക്ഷ്യം വെക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശവും നമ്മുടെ ലക്ഷ്യവും അതുപോലെ തന്നെ നമ്മൾ നന്മകൾ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ രൂപവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെയായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുറവുകൾ പരിഹരിച്ച് നമ്മുടെ നന്മകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പേർ പ്രയാസത്തിലാണ്. പ്രവാസ ലോകത്ത്, അറബ് ലോകത്ത് ഒരുപാട് യുദ്ധത്തിൻ്റെ കെടുതിയിലകപ്പെട്ട സഹോദരങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബക്കാർ, മക്കൾ, ബന്ധുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിൻ്റെ എല്ലാ നന്മകളും നേടിയെടുക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് ചേരാൻ, അവിടെ പ്രവേശിക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയടഞ്ഞ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.